നടക്കില്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രതീക്ഷ പോലും തല്ലിക്കെടുത്തുന്ന തരത്തിൽ വലിയ ആത്മവിശ്വാസത്തോടെ ഇവിടെ ജിമ്മി സാർ അടക്കം സംസാരിക്കുന്നത് കേട്ടു. ഇതേ അമിത്ഷാ തന്നെയാണ് 2014 നരേന്ദ്രമോദിയെ അധികാരത്തിലെത്തിച്ച NDA സർക്കാർ എത്തിയപ്പോൾ മുതൽ, അന്ന് അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ്, ബിജെപിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് അമിത്ഷാ. 2014 നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്തുമ്പോൾ, അതിനുശേഷം 2019 നരേന്ദ്രമോദിയുടെ രണ്ടാമത്തെ സർക്കാർ വീണ്ടും അധികാരത്തിലെത്തി. ഇപ്പോൾ 2024 മൂന്നാമത്തെ സർക്കാരും അധികാരത്തിലെത്തി. ഇനിയിപ്പോൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിലും NDAയുടെ തന്നെ സർക്കാരായിരിക്കും ഉണ്ടാവുക എന്നതും ഉറപ്പാണ്. അതല്ല എന്ന് ഇന്ത്യ മുന്നണി പോലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം എല്ലാ ആയുധങ്ങളും എടുത്ത് പയറ്റി നോക്കിയിട്ടും 2024 അധികാരത്തിലേക്ക് എത്താൻ ഇന്ത്യ മുന്നണി എന്ന എല്ലാ മുള്ളുമുരിക്കും മൂർഖൻ പാമ്പ് എല്ലാത്തിനെയും ചേർത്ത് കൂട്ടിയ മുന്നണി ഉണ്ടാക്കിയിട്ട് പോലും അധികാരത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. അവിടെയും കൃത്യമായി സഖ്യകക്ഷികൾക്കൊപ്പം ഭരണത്തിലേക്ക് എത്താൻ NDAക്ക് സാധിച്ച ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വിചാരിച്ചാൽ നടപ്പാക്കാൻ കഴിയും എന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്ന ഒരാളാണ് വന്ന് പറഞ്ഞത്. അതിനെ പ്രത്യേകിച്ച് പെർഫോമൻസ് ഒന്നും ഇല്ലാത്ത ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ചും ബംഗാളിൽ 34 വർഷത്തിന് ശേഷം ഭരണം പോയി, ത്രിപുരയിൽ അടുക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അത്രയധികം തകർന്നുപോയി, കേരളത്തിൽ മാത്രം അവശേഷിച്ചിരിക്കുന്ന ഒരു പാർട്ടി എങ്ങനെയാണ് ബിജെപിയുടെ വളർച്ചയെ തടയുക എന്ന ഒരു ചോദ്യമോടെ നിൽക്കുകയാണ്. കോൺഗ്രസ് ആകട്ടെ ഹരിയാനയിൽ വിജയിക്കുമെന്ന് പറഞ്ഞു, വലിയ രീതിയിൽ പോരാട്ടം കാഴ്ചവെച്ചു. എന്നിട്ട് അവസാനം എന്തായി? ഹരിയാനയിൽ ജയിച്ചു കഴിഞ്ഞു എന്ന മട്ടിൽ അവിടേക്ക് വിമാനം കയറാൻ നിന്ന ആളുകൾക്കൊക്കെ വിമാനം തിരിച്ചിറക്കേണ്ടി വന്നു. അതാണ് നമ്മൾ ഹരിയാനയിൽ കണ്ടത്. മഹാരാഷ്ട്രയിൽ എല്ലായിടത്തും ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭയിൽ കഷ്ടിച്ചാണ് കടന്നുകൂടിയത്, സഖ്യകക്ഷികൾക്കൊപ്പമാണ് അധികാരം പിടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ബിജെപി തീർന്നു എന്ന് വിലയിരുത്തിയവരുടെ മുന്നിലേക്ക് മാസങ്ങൾക്കിപ്പുറം നടന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ 3-2 ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയത് ഇതേ അമിത്ഷായുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ഭാഗമായി തന്നെയാണ്. ഹരിയാനയിൽ, അതിനുശേഷം രാജ്യതലസ്ഥാനത്ത്, ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിൽ രാജ്യതലസ്ഥാനത്ത് ഡൽഹിയിൽ അധികാരം പിടിച്ചത് കണ്ടില്ലേ? അപ്പോൾ വിചാരിച്ചാൽ നടപ്പാക്കാൻ കഴിയും എന്ന പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്ന ഒരാൾ കേരളത്തിൽ വന്ന് പറയുമ്പോൾ അതിനെ അത്രയ്ക്ക് അങ്ങോട്ട് പുച്ഛിക്കേണ്ട എന്നതാണ്